ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 വേദിയിൽ 5 ലക്ഷത്തിന് മുകളിൽ അന്ന് റെക്കോർഡിക്കലി വോട്ട് വാങ്ങിച്ച ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളൊക്കെ അപ്പുറം എണ്ണം വോട്ട് വാങ്ങിച്ച ഒരു വിന്നറുണ്ട്, ജോബി ജോൺ. അദ്ദേഹമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ എണ്ണം ഒന്ന് ഈ മെഗാ ഇവൻറ്റിൽ ഇങ്ങനെ ഗ്രാഫിക്സ് പോലെ എഴുതി വരുന്നത് വലിയ അത്ഭുതത്തോടു കൂടിയിട്ടാണ് എല്ലാവരും നോക്കി വന്നിരുന്നത്. കാരണം പലപ്പോഴും കൂടെ നടന്ന മത്സരാർത്ഥികളൊക്കെ വെച്ചിട്ട് വലിയൊരു വ്യത്യാസം, ലക്ഷങ്ങളുടെ. പലപ്പോഴും ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോഴുള്ള അത്രയും എണ്ണം റെക്കോർഡിക്കലാണ് 5 ലക്ഷം, അതിൽ കൂടുതലായിരുന്നു ശരിക്കുള്ള അന്ന്. 5 ലക്ഷം വരുന്നു, ബാക്കിയുള്ളവരുടെയൊക്കെ ഒരുപാട് മുന്നില്. വല്ലാത്തൊരു ആത്മവിശ്വാസം അപ്പൊ ഒന്നും ഉള്ളിൽ നിറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ ഈ സ്ക്രീനിൽ നമുക്കത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് ഭയങ്കരമാണല്ലോ. അപ്പൊ ആ ആത്മവിശ്വാസം നമ്മളെ ഒരു പരിധിവരെ നമ്മളെ പാട്ടിനെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് SMS വരുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. കാരണം SMS ഉണ്ടല്ലോ. പക്ഷെ ആക്ച്വലി SMS-ലല്ല ശരിക്കും അവർ വിധി എഴുതിയിട്ടുള്ളത്. അത് പിന്നീട് പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് അവരത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അന്ന് ആ ഒരു മൂമെൻറ്റിൽ SMS ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പം ഗ്രാജുവലി നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി സെറ്റാവും പാടാനുള്ള. അത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലിലെ പാട്ടൊക്കെ പാടുമ്പം എനിക്ക് തോന്നുന്നത് ഞാനൊരു ഫുള്ളി കോൺഫിഡൻസ് തന്നെയാണ് ഫൈനലിൽ പാടിയ പാട്ടൊക്കെ പാടിയത്. ഈ ഏകദേശം 8.5 ലക്ഷം. അതെ. അതായത് 5.5 ലക്ഷം, ഇപ്പം വിഷ്ണു പറഞ്ഞതുപോലെ 5 ലക്ഷം SMS ആണ് അന്ന് നമ്മൾ ഫൈനല് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് നമ്മളത് പറഞ്ഞത്. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് രഞ്ജിനി ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് പുള്ളിക്കാരി അത് അനൗൺസ് ചെയ്യേണ്ട വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അന്ന് പറഞ്ഞത് ഏതാണ്ട് ഈ ജാമിങ് ഒക്കെ ആയിട്ട് വന്ന SMS ഒക്കെ അടക്കം, അതിന് ശേഷവും ആൾക്കാർ SMS അയച്ചുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഏതാണ്ട് ഒരു 8.5 ലക്ഷത്തോളം SMS-കൾ ജോബിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ നെഞ്ചിലേറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു റിയാലിറ്റി ഷോ, അതിലത്തെ മത്സരാർത്ഥിയാണല്ലോ. ശരിക്കും ഒരു സിനിമാ താരത്തെ പോലെയായിരുന്നു നിങ്ങൾ ആളുകളൊക്കെ ട്രീറ്റ് ചെയ്യുക. അത്രയും കൗതുകമായിരുന്നു നിങ്ങളുടെ ലൈഫ് അറിയാനൊക്കെ. അതൊരു വല്ലാത്ത കാലഘട്ടമല്ലേ? എനിക്ക് ആദ്യത്തെ ഇപ്പോഴും അതെട്ടോ, ഞാനിപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നത് കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിലാണ്. ഞാനിപ്പോഴും സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആ ഒരു ബേസിസ് തന്നെ ഇപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞു വരുന്നത്. അപ്പം ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയാലും അവിടെയുള്ള ആളുകൾ നമുക്ക് SMS അയച്ചിട്ടുണ്ട്. അവർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എവിടെയൊക്കെ മലയാളികളുണ്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകളുണ്ടോ അവിടുന്ന് അവരെല്ലാം നമുക്ക് SMS അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആ പാടിയ സമയത്തൊക്കെ നമുക്ക് ശ്രീലങ്കൻ ഫാൻസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനായിട്ടുള്ള ഒരു വലിയ ഫാൻ ഉണ്ടായിരുന്നു, ദുബായിൽ നിന്ന് കണ്ടുമുട്ടിയ അയാളെ. അങ്ങനെ ഒരുപാട് ഈ മേഖലകളിലുള്ള ആൾക്കാർ വരെ നമുക്ക് ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും അങ്ങനെ. ഇപ്പം പിന്നെ കുറച്ചും കൂടി സോഷ്യൽ മീഡിയസ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ അന്നൊക്കെ ആൾക്കാർക്ക് നമ്മളെ കൂടുതൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു മാധ്യമം TV മാത്രമേ ഉള്ളൂ. പിന്നെ TV-യുടെ ആ സമയത്തൊരു അതിപ്രസരമാണ്. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ ആ സമയത്താണ് TV വാങ്ങിച്ചത് ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം ഈ TV-യുടെ വിലയൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സ്റ്റാർ സിംഗർ പോലത്തെ പരിപാടികളുള്ളത്. അതുപോലെ തന്നെ അന്ന് കൊടയായിരുന്നു. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ നടന്ന് കൊടയായിരുന്നു. അപ്പം ഈ പേ ചാനലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകത്തുള്ളൂ. എല്ലാ സ്ഥലത്തും നമുക്കിത് റീച്ചബിൾ ആയിരുന്നില്ല. അപ്പം ഞാൻ പാടി വരുന്ന ആ സമയങ്ങളിൽ ഈ DTH, അതുപോലെ തന്നെ വീഡിയോകോൺ, അങ്ങനെയുള്ള കുറച്ച് ഡിഷ് ചാനലുകൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ വന്നു. അതോടുകൂടി TV-യുടെ വില കുത്തനെ താഴോട്ട് വരികയും 7,000 രൂപ മുതൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു റേറ്റിലുള്ള TV-കൾ വരുവാൻ തുടങ്ങി. അപ്പോൾ സകല വീടുകളിലും TV-യും ഈ കുടകളൊക്കെ ആയതുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരുടെ ഇടയിലേക്ക് അന്ന് ഇറങ്ങി. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഗുണം കിട്ടിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പാടാൻ കയറിയപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു കളി. അന്ന് പാടിക്കഴിഞ്ഞിട്ട് വിൻ ചെയ്തതിന് ശേഷം എത്ര ഉദ്ഘാടനങ്ങളും കോളേജ് വിസിറ്റ് നടന്നിട്ടുണ്ട്? എനിക്കറിയത്തില്ല, ഒരുപാട് എണ്ണം എടുക്കാൻ പറ്റാത്തത്ര. ചില ദിവസങ്ങളിലൊക്കെ 4 5 ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പോവുക, മുഖം കാണിക്കുക,
ഒരു പാട്ട് പാടുക. ചിലപ്പോൾ പാട്ട് പോലും പാടാൻ സമയം ഉണ്ടാവില്ല, കാരണം തൊണ്ടയൊക്കെ വയ്യാതിരിക്കുകയല്ല. അപ്പം പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ എസ്കേപ്പ് ആകും. കാരണം ഒരു 4 ലൈൻ വെറുതെ പാടി, ഒരു 4 ലൈനൊക്കെ വെറുതെ പാടി ഒരു ആശംസയും പറഞ്ഞ് അടുത്ത സ്ഥലത്ത് കയറുന്നു, അങ്ങനെ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ആകത്തി നോക്കുമ്പോൾ. അതെ സത്യത്തില്ല, നമ്മളൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫിലിം സ്റ്റാറൊക്കെ ചെന്ന് ഇറങ്ങുന്ന ഒരു പ്രതീതിയായിരുന്നു അത്. ഞാൻ ആദ്യമായി ചെന്ന ട്രിവാൻഡ്രത്തൊരു കോളേജിലൊക്കെ ചെന്നാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പെട്ട പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ എന്താ പറയുക ഓർമ്മകൾ അങ്ങനെയുണ്ട് ഇപ്പോഴും. നിങ്ങളുടെ ഒരു സീസണില് ആളുകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യല്ലേ ഈ വിജയുമായിട്ടുള്ള ഇന്ററാക്ഷൻ? വിജയായിട്ട് അത് അതിന് മുന്നിൽ പക്ഷേ ഞാൻ ഒരിക്കലും നടക്കില്ല എന്നുള്ളതാ. അയ്യോ, അത് പിന്നെ ഒരിക്കലും എനിക്ക് അന്ന് കൊച്ചിൻ എയർപോർട്ട് മൊത്തം ബ്ലോക്ക് ആവേ. കൊച്ചി മൊത്തം എന്തോ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായില്ലേ? കൊച്ചിയിലായിരുന്നില്ല, ട്രിവാൻഡ്രത്ത് ഭയങ്കര ബ്ലോക്ക് ആയി. ട്രിവാൻഡ്രത്ത് പുള്ളി ഏതോ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് എന്തോ വന്നതായിരുന്നു. അപ്പം നമ്മുടെ സീസണിൽ തന്നെ ഉള്ളതാണ് ശ്രീനാഥ്. പുള്ളിക്കാരൻ വിജയുടെ ഭയങ്കര അടുത്ത ഫാനാണ്, നമ്മളെല്ലാവരും ഫാനാണ്. പക്ഷെ അവനൊരു ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഈ ഫാൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അവിടുത്തെ ആളുമായിട്ട് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും അങ്ങനെ. അപ്പോൾ അവരാണ് പിന്നെ ഏഷ്യാനെറ്റായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഞങ്ങൾക്കാകെ എന്താ പറയുക ഒരു 10 മിനിറ്റ് സമയം തന്നേ ഉള്ളൂ പുള്ളി. പക്ഷെ ആ 10 മിനിറ്റ് സമയം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എനിക്ക് തോന്നുന്നു 2 ദിവസത്തെ പണിയെടുത്ത് അതിന് വേണ്ടിയിട്ട്. കാരണം അത്രേ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഒരു എന്താ പറയുക ഏറ്റവും വില കൂടിയ ഒരു ഷർട്ടും അല്ല ഒരു പാൻറ്റും ഷൂ ഒക്കെ അന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. കാരണം വിജയ് കാണാനുള്ളൊരു ഇതിൽ ഭയങ്കര ഒരു ഇതായിരുന്നു പുള്ളിയെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കൈയൊക്കെ കൊടുത്തിട്ട് ഞാനൊരു അന്ന് കടുത്തിട്ട് അന്ന് രാത്രി വരെ ആ കൈ കഴുകിയില്ല. അപ്പം നമുക്കും അത്ര ഇഷ്ടമല്ലേ വിജയ് ഇഷ്ടമില്ലാത്ത ആരോ ഉള്ളത്, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അന്ന് പിന്നെ ഈ സെൽഫി കാലം തുടങ്ങിയിട്ടില്ല, സെൽഫി ഒന്നും ഇല്ല, ഫോണൊക്കെ ഉണ്ട്. ഓട്ടോഗ്രാഫ് കാലം ഏകദേശം അവസാനിക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ആരാധകരെ കാണിച്ചിരുന്നത്? മൊബൈലിൽ വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു ആളെ നിർത്തി? മൊബൈലിലെടുക്കൽ അന്നൊന്നും വളരെ കുറവാണ്. പിന്നെ ഈ ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ഏത് മൊബൈലും കൊണ്ട് വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കും. ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെയും കാണത്തില്ല, അവരെയും കാണത്തില്ല. അങ്ങനത്തെ ഫോണൊക്കെ ആയിട്ട് വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കും. പക്ഷെ അന്ന് അത്രയും നല്ല ഫോൺ ഉണ്ടായിട്ട് പോലും ഈ സെൽഫി അന്ന് ഇല്ലായിരുന്നു. അപ്പം ചിലവർ തിരിച്ചു വെച്ചിട്ട് വലിയ അതിൻ്റെ നോക്കിയുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു നല്ല N95. അതിലൊക്കെ വന്നിട്ട് ചിലവരെടുക്കും. കൂടുതൽ ആൾക്കാരും ഈ ക്യാമറ തന്നെ വെച്ചിട്ടാണ് കൂടുതലും വന്നിട്ട് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഓട്ടോഗ്രാഫ്സ് ആണ് കൂടുതലും പോകുന്നത്. ഓട്ടോഗ്രാഫ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും, ചിലവരുടെ ടീഷർട്ടിൽ സൈൻ ചെയ്ത് കൊടുക്കും, ചിലവർ ഈ എന്താ പറയുക ചിലവരുടെ അതുപോലെ തന്നെ ബുക്കിൽ പല ഇത് നമ്മൾ ഓട്ടോഗ്രാഫ്സ് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറ്. ഈ